നമ്മളിപ്പോൾ ടിർണ വില്ലേജിലാണുള്ളത്. കണ്ടോ, ചെറിയ ചെറിയ വീടുകൾ ഈ ഒരു 2 വശത്തായിട്ടുണ്ട്. ആ ലിവിങ് റൂട്ട് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള വഴിയാണിത്. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നടന്നു പോകുമ്പോൾ നല്ല എളുപ്പമായിരിക്കും, പക്ഷെ ഇങ്ങോട്ട് കയറി വരാനായിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ കച്ചവടക്കാരൊക്കെ ചെറിയ വടിയും കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്, ഈ വടി കൊടുക്കാൻ വേണ്ടിയിട്ട് കുത്തിപ്പിടിച്ച് നടക്കാൻ. അപ്പോൾ നമ്മളെ വാങ്ങിച്ചിട്ടില്ല, അത് വെറുതെ നമുക്ക്. ഇനി ഈ വഴിയിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ ഗൈഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിൽക്കും. 700 രൂപ 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ ഗൈഡിനൊന്നും നിന്നില്ല. നമുക്ക് ഗൈഡിൻ്റെ ആവശ്യമില്ല, നമ്മളിതിലൂടെ ഇങ്ങനെ നടന്ന് പോവും. നമ്മളിപ്പോൾ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ 2:57 ഈ ഒരു സമയത്താണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. കണ്ടോ, കുറേ ആളുകൾ കുഴങ്ങി വടിയൊക്കെ കുത്തി വരുന്നുണ്ട്. നല്ല ചെങ്കുത്തായ വഴിയാണ്. ഇങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഒരു ദിവസം എടുക്കും. അപ്പോൾ ഗൈഡിൻ്റെ ആവശ്യം ശരിക്കില്ല, നമുക്ക് ഇങ്ങനെ പോവാം. ഈ വഴി ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടാവും, അപ്പോൾ നമുക്ക് വഴിയൊക്കെ മനസ്സിലാവും. ഈ ഗൈഡ് ഇങ്ങനത്തെ സെറ്റപ്പും കൂടെ ചെയ്യുന്നുണ്ട്. കണ്ടോ, കുഴങ്ങി വരുന്ന ആളുകൾക്ക് കണ്ടോ എടുത്ത് കൊണ്ടുവരാനൊക്കെ കണ്ടോ, ഒരാളെ ഏറ്റി കൊണ്ടുവരുന്നുണ്ടോ. അതൊക്കെ തലയിൽ വെച്ച് കണ്ടോ, ഒരു മുള കൊണ്ട് ഫുള്ള് സെറ്റപ്പാക്കിയ ഒരു കടയാണിത്. കണ്ടോ, ചെറിയ ചെറിയ സാധനങ്ങളും വെള്ളമൊക്കെ വിൽക്കാനുള്ള സെറ്റപ്പാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇരിക്കാൻ കണ്ടോ, മുള കൊണ്ടൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാണോ. 5 मिनट 5 और 10 मिनट्स. ओके, जल्दी. കണ്ടോ, ഒരാൾ കുഴങ്ങിയണു, ചെറുപ്പക്കാരനാണ് പക്ഷെ കുഴങ്ങിയണു. അത്രയും നടക്കാനുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ, അതുപോലത്തെ അടുത്തൊരു കട അവിടെ ഉണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനും, ഇപ്പോൾ ഈ നടന്നു വരുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാനും. അപ്പോൾ ഇരിക്കുമ്പോൾ അവർ വെള്ളം കുടിക്കും, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ അവർ കരുതിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കട ഉണ്ടോ, പൈനാപ്പിൾ, അതുപോലെ തന്നെ പഴം, ചെറിയ ലേസ്, വെള്ളങ്ങൾ, അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഊരി, നല്ല ചൂട്, നടന്നു പോകുമല്ലേ. പക്ഷെ നമുക്ക് ഈ ഒരു ജാക്കറ്റ് എന്ത് ചെയ്താൽ മതിയിരുന്നോ, വണ്ടിയിൽ വെച്ചാൽ മതിയിരുന്നു. പക്ഷെ അത്ര ശ്രദ്ധിച്ചതുമില്ല, അതാ ബോക്സിലിട്ട് പൂട്ടിയാൽ മതിയിരുന്നു. ഇവർക്ക് ഇവിടുന്ന് താഴോട്ടൊരു കേബിൾ കാറിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കണ്ടോ, അത്രമാത്രം നടക്കാനുണ്ട്. എൻ്റെ കാല് നല്ല വേദന ഉണ്ട്. അന്ന് നമ്മൾ ആ ഒരു ടെൻറ്റ് സ്റ്റേക്ക് വേണ്ടി നടന്നപ്പോൾ കാലൊന്ന് ഈ ഒരു ഭാഗത്ത്, മുട്ടിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു. അത് വീണ്ടും ഇളകിയിട്ടുണ്ട്. അപ്പോൾ അതാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയായിരുന്നു. ഈ ഒരു വഴി പറഞ്ഞാൽ ഏത് ചെറുപ്പക്കാരും കുഴങ്ങും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് നോക്കി, അടുത്തടുത്താണ് സ്റ്റെപ്പ്. ഇപ്പോൾ കാരണം കാലിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് കുഴങ്ങും. അതാണ് ഇങ്ങോട്ടുള്ള വഴി ഒരു ദിവസത്തെ ഒരു ട്രിപ്പാണ് എന്ന് പറയുന്നത്. അത്രമാത്രം റിസ്ക് പിടിച്ചൊരു വഴിയാണ്. നമ്മൾ ഈ സ്റ്റെപ്പുകൾ മുഴുവനായിട്ട് ഇറങ്ങി വന്നു. ഇത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനൊരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് കണ്ടോ ധാരാളം വീടുകളുണ്ട്. ആ പല കൊണ്ട് ഉണ്ടാക്കിയ വീടുകളാണ്. അപ്പോൾ ഈ വീട്ടുകാരൊക്കെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം നടന്ന് മുകളിലോട്ട് വരണമെന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ നോക്ക്, ഈ വീടുകളാണ്. അപ്പോൾ ഇവർക്ക് എന്താവശ്യത്തിന് മുകളിലേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കണം. ഏതായാലും അവർക്ക് ചിലപ്പോൾ ഇത് ശീലമായിട്ടുണ്ടാവും, എന്നും നടന്ന്. പിന്നെ അവർ അത്രയും അർജൻറ്റ് ആവശ്യങ്ങൾക്ക് മാത്രമേ മുകൾക്ക് പോകുന്നുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിലൊക്കെയാണ് ബുദ്ധിമുട്ട്, ചുമന്ന് കൊണ്ടുവരണമെങ്കിൽ. കണ്ടോ, ഈ വീടൊക്കെ നോക്കി, അതൊക്കെ ഒരു വീടാണ്. താഴെ കല്ലാണ് തൂണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലെ പലകൾ വെച്ച് മുഴുവനായിട്ടും പലക. ആ ഷീറ്റ് മാത്രമേ ഉള്ളൂ, മുകളിൽ ബാക്കിയെല്ലാം പലകളാണ്. ഡോറും ചുമരും എല്ലാം. കണ്ടോ, ഈ ഒരു ഭാഗങ്ങളിലത്തെ വീടുകളൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് പിന്നെ അവിടെയാണ് ടിക്കറ്റ്. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അത് ഈ ലോങ് ബ്രിഡ്ജിക്ക് മാത്രമാണ്. ഈ ലോങ് ബ്രിഡ്ജാണ്. ഇനി നമുക്ക് ആ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കാണും. അതിന് വേറെ പൈസ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ക്യാമറ കണ്ടിട്ട് മനസ്സിലായിട്ടോ, ഒരു ഗോപ്രോക്ക് 20 രൂപ. അങ്ങനെ ആ ഒരു 20 രൂപ വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ 40 രൂപയായി നമുക്ക്. വീണ്ടും ഈ സ്റ്റെപ്പുകൾ തുടങ്ങി. ഈ സ്റ്റെപ്പ് ഇവർക്ക് ഇട്ടപ്പോൾ ഇത്ര അടുത്തടുത്തിട്ടതാണ് വലിയൊരു ബുദ്ധിമുട്ട്. അതാണ് നമ്മളിങ്ങനെ കുഴങ്ങാനും കാല് വേദനിക്കാനൊക്കെ കാരണം. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് വീതിയിലാക്കി ഇട്ടുകണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇത് വളരെ വളരെ അടുത്താകുമ്പോൾ നമുക്ക് ഇവിടെ കാല് കുഴയും പെട്ടെന്ന്. ധാരാളം ആളുകളുണ്ട് അവിടെ കുഴങ്ങിയിരിക്കുന്നുണ്ട്. കാരണം തീരെ നടക്കാത്ത ആളുകളുമ്പാടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഏതായാലും ഇത് വെറൈറ്റി സംഭവം ആവുന്നതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന കഴിഞ്ഞാൽ കണ്ടു, ഒരു ചെറിയൊരു കുറുകിയൊരു പാലം കാണും, ഒരു കോൺക്രീറ്റിൻ്റെ. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ
ഇവിടെ കറക്റ്റ് സ്ഥലമൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. കണ്ടോ, ചെറുതായിട്ട് ഏതൊരു മോഡൽ എഴുത്തുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നടന്നു പോവുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ അങ്ങനത്തെ ഒരു വേരും കാര്യമുള്ള മരങ്ങളൊക്കെ കാണാം. ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വന്ന് വേരുപാലത്തിനടുത്തെത്തി. കണ്ടോ, ഇതാണ് ഈ വേരുപാലം എന്ന് പറയുന്നത്. അടിപൊളി സെറ്റപ്പ് കേട്ടോ. കണ്ടോ, ഈ പാറയുടെ മുകളിലൂടെയൊക്കെ വേര് പോയിട്ടുണ്ട്. ആയി വാ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? സെറ്റ്. ഇവിടുത്തെ പ്രധാന ഗോത്രവർഗ്ഗക്കാരായ ഖാസി വിഭാഗക്കാരാണ് ഈ ഒരു പാലങ്ങൾ നിർമ്മിക്കുന്നത്. ഇത് നിർമ്മിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിറാപൂഞ്ചിയിലെ വ്യത്യസ്തമായ കാലാവസ്ഥ കാരണം ശക്തമായ മഴ ലഭിക്കും. ആ മഴ ലഭിക്കുമ്പോൾ വെള്ളം കുത്തിയൊലിച്ച് ഇങ്ങോട്ട് വരും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് വെള്ളം എത്രത്തോളം തടഞ്ഞു നിർത്താൻ പറ്റും എന്നുള്ളത്. അത്രമാത്രം ശക്തമായ വേരുകളാണ് ഇതിനുള്ളത്. കണ്ടോ, അതൊന്ന് നോക്കിയേ, ഇതിൻ്റെ ഒരു ലെങ്ത്ത് നോക്കിയേ. കണ്ടോ, ഈ ഒരു പുഴയിലൂടെ എത്രമാത്രം ശക്തിയിലായിരിക്കും വെള്ളം വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം മുകളിൽ നിന്ന് അത്ര വെള്ളം വരുമ്പോൾ ഇതിനെ തടഞ്ഞു നിർത്താനുള്ള വേരുപാലങ്ങളാണിത്. പിന്നെ മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റിയൊരു പാലം ആണ്. നമ്മുടെ നാട്ടിൽ സാധാരണ തൂക്കുപാലങ്ങൾ ഉണ്ടാക്കൂലേ, അതുപോലെ ശക്തമായി പ്രകൃതി ഉണ്ടാക്കിയ ഒരു തൂക്കുപാലം തന്നെയാണിത്. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ 3 കിലോമീറ്റർ, അതും ചെങ്കുത്തായ കുത്തനെയുള്ള വഴികളിലൂടെ നടന്നു വരണം. നല്ല റിസ്ക്കാണ്, പക്ഷേ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ലോങ് റൂട്ട് ബ്രിഡ്ജാണിത്. ഇതുപോലെ ഇനി ഡബിൾ ഡക്കർ വേറെ ഉണ്ട്. ഇത് ഒരു പ്രത്യേക തരം റബ്ബർ മരങ്ങൾ കാലക്രമേണ അതിൻ്റെ വേരുകൾ പാലങ്ങളായി മാറുന്നൊരു കാഴ്ചയാണ്. കണ്ടോ, ഈ ഒരു നോക്കി, ഏകദേശം ഒരു 300 വർഷം പഴക്കമുള്ള പാലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം ഒരു 10-15 വർഷം കൊണ്ടാണ് ഈ ഒരു വേരുകൾ പാലമായിട്ട് മാറുന്നത്. കണ്ടോ, അപ്പം ഞാൻ ഈ ഒരു മരത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചയാണ്. ഈ ഒരു വേരിൻ്റെ ഒക്കെ ഒരു വണ്ണം നോക്കിയേ, എത്രമാത്രം ഉറപ്പാണ്. ഒരു നമ്മൾ പിന്നെ തൂക്കുപാലൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. നോക്കി ഇതിൻ്റെ വലിപ്പം നോക്കിയേ, അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. ഏതായാലും മേഘാലയയിൽ വരുന്ന ഒരാൾ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. പ്രകൃതിയുടെ ഒരു വരദാനമായ ഈ ഒരു പാലം നമ്മൾ വന്ന് കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെ ഈ ഒരു എന്തൊക്കെ നോക്കി, ഈ ഒരു 2 മരങ്ങളിൽ നിന്നാണ് ഈ ഒരു പാലം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. അപ്പോൾ ഇതാണ് ഈ ലോങ് ലിവിങ് റോഡ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും കാഴ്ചകൾ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.